രക്തം കുത്തിയെടുത്ത് കൈമാറുന്ന പുതിയ ലഹരി ഉപയോഗ രീതിയാണ് ഇപ്പോൾ സമൂഹത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ബ്ലൂടൂത്തിങ് എന്നറിയപ്പെടുന്ന ഈ രീതി സാധാരണ ലഹരി ഉപയോഗത്തെക്കാൾ 10 മടങ്ങ് ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരി. ദിനംപ്രതി കൂടി വരുന്ന വ്യത്യസ്തവും ഭയാനകരവുമായ ലഹരി ഉപയോഗ കേസുകൾ ലോകത്താകെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ലഹരി ഉപയോഗം വ്യക്തികളിൽ ശാരീരികവും മാനസികവുമായ ആഘാതങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. ഇതിനിടെയാണ് ഈ ആശങ്ക വീണ്ടും വർദ്ധിപ്പിച്ച് ബ്ലൂടൂത്തിങ് എന്ന ലഹരി ഉപയോഗ പ്രവണത കൂടി യുവാക്കൾക്കിടയിൽ പടരുന്നത്. ഇത് എയ്ഡ്സ് ഉൾപ്പെടെയുള്ള നിരവധി അസുഖങ്ങൾ ആളുകളിലേക്ക് പടരാനുള്ള സാധ്യത ഇരട്ടിയാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ലഹരി ഉപയോഗിച്ച വ്യക്തിയിൽ നിന്ന് രക്തം സിറിഞ്ച് വഴി കുത്തിയെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന പ്രക്രിയയാണ് ബ്ലൂടൂത്തിങ് എന്ന് പറയുന്നത്. ഇതിലൂടെ ആദ്യത്തെ വ്യക്തി ഉപയോഗിച്ച ലഹരിയുടെ എഫക്റ്റ് രണ്ടാമത്തെ ആളിലേക്ക് പകരുന്നു. അമിത വിലയിൽ ലഹരി വാങ്ങാൻ കഴിയാതെ വരുമ്പോഴാണ് പലരും ഈ പ്രവണതയിലേക്ക് കടക്കുന്നത്. എന്നാൽ ഈ പ്രവണത സാധാരണ ലഹരി ഉപയോഗത്തെക്കാൾ 10 മടങ്ങ് അപകടകരമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഹെറോയിൻ, മെത്താഫൈറ്റാമിൻ എന്നിവയാണ് ഇത്തരത്തിൽ കുത്തിവെക്കപ്പെടുന്ന ലഹരികൾ. HIV പടരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് ബ്ലൂടൂത്തിങ്. രണ്ടാമത്തെ അപകട സാധ്യത 2 വ്യത്യസ്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ കലരുന്നതാണ്. ഇത് ഗുരുതരമായ പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാം. ഇതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് B, C, രക്തവും സൂചികളും പങ്കിടുന്നതിലൂടെ ഉണ്ടാകുന്ന സെപ്സിസും മറ്റും ജീവന് ഭീഷണിയായ അണുബാധകൾക്കും സാധ്യതകൾ ഉണ്ടാക്കാം. കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ബ്ലൂടൂത്തിങ് തടയാനാകൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്.